ഹലോ വ്യൂവേഴ്സ്, വെൽക്കം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ്റെ ഒരു തോരൻ. അതിനുവേണ്ടി ഞാനെല്ലാം ചെമ്മീൻ കുറച്ച് മഞ്ഞളും ഉപ്പും പരത്തി ഇടാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു കപ്പിന് ഇത്ര എടുത്തിട്ടുണ്ട്. ഒരു 100-150 ഗ്രാം ഉണ്ടാവും, ചിലപ്പോൾ 200 ഗ്രാം ഉണ്ടാവാനും മതി. അതിന് വേണ്ടി ഇത്ര വെളുത്തുള്ളി, കരുവേപ്പില, വെളുത്തുള്ളി, ഒരു തക്കാളി, ഒരു ഇത്രയുള്ള തക്കാളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതിൽ ഇട്ടിട്ടുണ്ട്, തേങ്ങ, ഇത്രയും സാധനം ഇതിനാവശ്യമുള്ളൂ. മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ഉണ്ടാവും, അത്രയല്ലേ വേണ്ടു ഇതിന്. ഇനിയിപ്പോൾ ഞാനിത് അടുപ്പിലേക്ക് വെക്കാൻ പോകുന്നു. മഞ്ഞളും മുളക് പോലെ ഇട്ടിട്ട് ഇത്ര ഇട്ടിട്ട് കണ്ട. ചുപ്പിട്ട് വിറക്കി വെച്ചതായിരുന്നു. ഞാൻ ആ മുളക് പൊടി ഇതിലേക്ക് ഇട്ടിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞ ഉടനെ അടുപ്പിൽ വെക്കും. ഇതിൽ തന്നെ ഉണ്ടാക്കുന്നു. ഞാനിപ്പോൾ ഇതിൽ മഞ്ഞളും മുളകും ഉപ്പും പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ഇട്ടിട്ട് വേവിക്കാൻ വെക്കും. ആ ഒരു തക്കാളി നേരത്തെ കാണിച്ചു. ഇത് ഡ്രൈ ആയിട്ടുള്ള ഐറ്റമാണ്, അതുകൊണ്ട് അധികം വെള്ളം വേണ്ട, വേവാനുള്ളത് മാത്രം മതി. ഇത് മഞ്ഞൾ, മുളക്, ഉപ്പ്, തക്കാളി, കരിവേപ്പില ഇതിട്ടിട്ട് ഇനി വേവിക്കാൻ വെക്കട്ടെ. ഇത് ഞാൻ അടുപ്പിലേക്ക് വെച്ചു. ഇത് കുറച്ച് നേരം പിടിക്കാൻ വെച്ചു, എന്നിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്ന വിധം നോക്കും. അടച്ച് വെച്ചാൽ വേഗം വെള്ളവും വന്ന് ഉണ്ടാക്കും. സമയം കൊണ്ട് ഞാൻ ഇതിലിടാനുള്ള വെളുത്തുള്ളി ചതച്ച് വെക്കും. അഞ്ച് മിനിറ്റിന്റെ പണിയേ ഉള്ളൂ. ചെമ്മീൻ 3 മിനിറ്റ് കൊണ്ട് വേവും. ചെമ്മീന് വലിയ വേവില്ല. 3 മിനിറ്റ് കഴിഞ്ഞാൽ ചെമ്മീൻ പിന്നെ ഹാർഡായി. അതുകൊണ്ട് ചെമ്മീൻ എപ്പോഴും വെന്ത് കഴിഞ്ഞ ഉടനെ തന്നെ വെള്ളം ഇട്ടിട്ട് വേഗം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കും. ചട്ടിയിലായതുകൊണ്ട് വേഗം വെള്ളം കുറച്ച് ഒഴിക്കാൻ പാടില്ല, ഒരു 1/4 ഗ്ലാസ്. ഇത് വെള്ളം വേണ്ടാത്തൊരു ഇതാണ് കറിയാണ്, തോരൻ പോലെ ഉണ്ടാക്കുക. ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചെമ്മീൻ തിളച്ചോണേ. ഈ വെള്ളം കുറച്ച് പറ്റണം. തക്കാളിയെല്ലാം വെന്ത് നല്ല നാര് പോലെ ആവും. ചെമ്മീൻ നല്ല തിളച്ച് തക്കാളിയെല്ലാം നല്ലോണം വെന്തു. അന്നേരം വെളുത്തുള്ളി അങ്ങനെ ഇട്ട് കൊടുക്കും. വെളുത്തുള്ളി ഇട്ടിട്ട് 1 മിനിറ്റ് ഇളക്കി കൊടുക്കും. ആ വെളുത്തുള്ളി അതിൽ പിടിക്കാൻ. വെറും വെള്ളുള്ളി, ഉള്ളിയില്ല, വെറും ഒരു തക്കാളിയും വെള്ളുള്ളി, കരിവേപ്പിലയും ചെമ്മീനും മഞ്ഞളും മുളകും, തേങ്ങ അരക്കും കൂടി വേണ്ട, ഒന്നും ചെയ്യണ്ട. വേറെ ചെറുവീട്ടിയിലിട്ടാം. എൻ്റെ കസിൻ ബിന്ദു പഠിപ്പിച്ചത് കണ്ണൂരില്ല. എത്ര വേണമെങ്കിലും ഇട്ടു, ടേസ്റ്റ് കൂടുകയും. പിന്നെ കറിവേപ്പില നല്ലതുമാണ്. തേങ്ങ ഇടാൻ പോകുന്നത് 1 കപ്പ് തേങ്ങ. 1 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങേന്റെ പകുതി മുറിന്റെ പകുതി, ഒരു തേങ്ങേന്റെ പകുതി മുറിന്റെ പകുതി, അത്രയല്ലേ ആവശ്യമുള്ളൂ. കുറച്ചല്ലേ ഉള്ളൂ. തേങ്ങേൻ്റെ പച്ചമണല് ഈ സമയം കൊണ്ട് മാറിയിട്ടുണ്ട്. അന്നേരം ഒന്ന് ഉപ്പ് നോക്കണേ, കറക്റ്റ് ഉപ്പാണ്. ഇനി വെളിച്ചെണ്ണ നനയ്ക്കും. മുകളിലൊരു വെളിച്ചെണ്ണ നനച്ചിട്ട് ഒക്കെ കണ്ടോ, ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു. എൻ്റെ ഇതെല്ലാം കഴിക്കണക്കാം, കുറച്ചേ ഞാൻ ഒഴിക്കും. എനിക്ക് വെണ്ണ വേണ്ട.
വെളിച്ചെണ്ണ എല്ലാത്തിൻ്റെ മുകളിലും ആയാൽ ഇപ്പം തന്നെ ഓഫാക്കും. ഓഫാക്കി. കുറച്ച് നേരം ആ ചട്ടി തന്നെ വെക്കും. Chemeen Thoran ready. Bindu's Chemeen Thoran. Oh wow, I'm going to try this right away. For more such recipes, please do like and subscribe to Rita's channel.